എന്തൊരു വെയിലാണല്ലേ. നിങ്ങൾക്കറിയോ സൂര്യാതാപവും സൂര്യാഘാതവും തമ്മിലുള്ള വ്യത്യാസം? സൺബേണും സൺസ്ട്രോക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന് സൂര്യാതാപം, ഒന്ന് സൂര്യാഘാതം. അതിൽ സൂര്യാഘാതം എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നും അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സൺബേൺ അതായത് സൂര്യാതാപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് സൂര്യൻ്റെ രശ്മികൾ ഡയറക്റ്റായിട്ട് നമ്മുടെ മേത്ത് പതിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ചെറിയ ചെറിയ കൊമളകൾ അല്ലെങ്കിൽ എന്താ ചുമന്ന് റാഷസ് പോലെയൊക്കെ കാണുക, അതാണ് സൂര്യാതാപം. ഇനി സൂര്യാഘാതം എന്ന് പറയുന്നത്, അതായത് സൺസ്ട്രോക്ക് എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പം സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് നമ്മുടെ മേത്തേക്ക് അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോധം പോകുക. അതായത് സൂര്യാഘാതം ഏറ്റ ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ബോധക്ഷയമായിരിക്കും. ആളുകൾ മരണത്തിലേക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു അവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. സൂര്യാഘാതം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബോഡിയിൽ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്, ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ പുറത്ത് നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പം നമ്മുടെ ശരീരത്തെ ടെമ്പറേച്ചറും പെട്ടെന്ന് അതനുസരിച്ച് കൂടുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. ഇനി സൂര്യാഘാതത്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലവേദന ഉണ്ടാകാം, പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നാം, പിന്നെ നാഡിയിടിപ്പ് പെട്ടെന്ന് കൂടുക, ശരീരത്തിലെ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടുന്നത് പോലെ തോന്നുക. ഇതൊക്കെയാണ് നമ്മുടെ സൂര്യാഘാതത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. സൂര്യാഘാതം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റ് ആകാതിരിക്കുക. അതായത് നമ്മൾ എപ്പോഴും തന്നെ വെള്ളം കുടിക്കുക. ഒരു അരമണിക്കൂർ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ വെള്ളം കുടിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ദാഹിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കുറച്ച് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ എന്ന് പറയുന്നത് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിൻ്റെ മുമ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, സൂര്യാഘാതം ഏറ്റ ഒരാൾ വെയിലത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ തണലത്തേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. സൂര്യാഘാതം ഏറ്റ ഒരാൾ കട്ടി കൂടിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒന്നല്ലെങ്കിൽ ഫാനോ അല്ലെങ്കിൽ വിഷറിയോ വെച്ച് നന്നായിട്ടൊന്ന് വീശിക്കൊടുക്കുക. തണുത്ത വെള്ളം കൊണ്ട് മുഖമൊക്കെ ഒന്ന് ഒപ്പിക്കൊടുക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്ന കാൽനട യാത്രക്കാർ ഉറപ്പായിട്ടും ഒരു കുട കൂടെ കരുതേണ്ടതാണ്. കരിക്കൻ വെള്ളം, നാരങ്ങ വെള്ളം, സംഭാരം ഇതൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. Ta-da!